നടൻ ഉണ്ണി മുകുന്ദൻ ഇതുവരെ അഭിനയിച്ച സിനിമകൾ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നിങ്ങൾ പേര് പോലും കേൾക്കാത്ത പല സിനിമകളും ഉണ്ടാകും. അത്തരം സിനിമകൾ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച് ആദ്യം പുറത്തിറങ്ങുന്നത് 2011 സ്വീഡൻ എന്ന തമിഴ് സിനിമയാണ്. നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമ നന്ദനത്തിന്റെ പാർഷ്യലി റീമേക്ക് ആയിരുന്നു ഇത്. ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദന് പുറമെ അനന്യ, സുഹാസിനി, മണിരത്നം, ഷീല തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ധനുഷും ഈ സിനിമയിൽ ഒരു ക്യാമിയോ റോളിൽ എത്തിയിരുന്നു. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ റിലീസായ ആദ്യ മലയാള സിനിമ 2011 ബാബു ജനാർദ്ദന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ബോംബെ മാർച്ച് 12 എന്ന ചിത്രമാണ്. 1993 മുംബൈയിൽ നടന്ന ബോംബ് സ്ഫോടനത്തെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. മമ്മൂട്ടി, റോമ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്ത ചിത്രം പ്രമോദ് പപ്പന്റെ സംവിധാനത്തിൽ 2011 പുറത്തിറങ്ങിയ ബാങ്കോക്ക് സമ്മർ എന്ന സിനിമയായിരുന്നു. ഉണ്ണി മുകുന്ദനെ കൂടാതെ രാഹുൽ മാധവ്, റിച്ച, ശ്രുതി ലക്ഷ്മി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്ത ചിത്രം 2012 TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തത്സമയം ഒരു പെൺകുട്ടി എന്ന സിനിമയായിരുന്നു. സറ്ററിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ നിത്യ മേനോൻ, ശ്വേത മേനോൻ, മണിയമ്പിള്ള രാജു, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് വൈശാഖിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ മല്ലു സിംഗ് എന്ന ചിത്രമായിരുന്നു. പൃഥ്വിരാജ് അഭിനയിക്കേണ്ടിയിരുന്ന ടൈറ്റിൽ റോൾ പിന്നീട് ഉണ്ണി മുകുന്ദനിലേക്ക് എത്തുകയായിരുന്നു. ഉണ്ണി മുകുന്ദനെ കൂടാതെ കുഞ്ചാക്കോ ബോബൻ, ബിജു മേനോൻ, മനോജ് കാജയൻ, സുരാജ് വഞ്ഞാറമൂട്, സമൃദ്ധ സുനിൽ, മീര നന്ദൻ തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയായിരുന്നു. ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച ആദ്യ വിജയ ചിത്രം കൂടിയായിരുന്നു മല്ലു സിംഗ്. അടുത്തത് ജ്ഞാനശീലന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ ഏഴാം സൂര്യൻ എന്ന സിനിമയായിരുന്നു. ഉണ്ണി മുകുന്ദൻ, മഹാലക്ഷ്മി, ശ്രീജിത്ത് രവി, സുരാജ് വഞ്ഞാറമൂട്, സായ് കുമാർ, കൽപ്പന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് ദുൽഖർ സൽമാൻ നായകനായി 2012 പുറത്തിറങ്ങിയ തീവ്രം എന്ന സിനിമയായിരുന്നു. രൂപേഷ് പീതാംബരൻ സംവിധാനം ചെയ്ത ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ ദുൽഖർ സൽമാനെ കൂടാതെ ശ്രീനിവാസൻ, ശിഖ നായർ, വിനയ് ഫോർട്ട് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിൽ. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്യാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. മേക്കിംഗ് സ്റ്റൈലിൽ വ്യത്യസ്തത കൊണ്ടുവന്ന ഈ സിനിമ വമ്പൻ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നതെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു. അടുത്തത് നമ്മുടെ ബാല സംവിധാനം ചെയ്ത് 2012 പുറത്തിറങ്ങിയ ദ ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമയായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ മലയാളത്തിലും തമിഴിലും ഒരേ സമയം റിലീസിനെത്തിയിരുന്നു. ബാല, ധ്രുവ് ശർമ്മ, ഐശ്വര്യ ദേവൻ, റിയാസ് ഖാൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്യാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ ഐ ലവ് മീ എന്ന സിനിമയായിരുന്നു. ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, അനൂപ് മേനോൻ, ഇഷ തൽവാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പതിവ് പോലെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ 2012 പുറത്തിറങ്ങിയ ആക്ഷൻ സിനിമയായ ഇത് പാതിരാമണൽ എന്ന ചിത്രമായിരുന്നു. ഉണ്ണി മുകുന്ദൻ, ജയസൂര്യ, രമ്യ നമ്പീശൻ, പ്രദീപ് റാവത്ത് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയം തന്നെയായിരുന്നു. അടുത്ത സിനിമയും എം പത്മകുമാർ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 2013 പുറത്തിറങ്ങിയ ഒറീസ എന്ന ചിത്രമായിരുന്നു അത്. ഉണ്ണി മുകുന്ദനെ കൂടാതെ സനിക നമ്പ്യാർ, നടുമുടി വേണു, തനുശ്രീ, കനിക, സുധീഷ്, സ്വാസിക തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ഒരു ബിലോ ആവറേജ് ചിത്രമായിരുന്നു. അടുത്തത് 2013 പുറത്തിറങ്ങിയ ആന്തോളജി ചിത്രമായ ഡി കമ്പനി എന്ന സിനിമയായിരുന്നു. എം പത്മകുമാർ, ഡിഫൻ, വിനോദ് വിജയൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. ജയസൂര്യ, ഫഹദ് ഫാസിൽ, ആസിഫ് അലി, അനൂപ് മേനോൻ, ഉണ്ണി മുകുന്ദൻ, ബാമ, അനന്യ, പാർവതി നായർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് വിനിൽ വാസുവിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ ദ ലാസ്റ്റ് സഫർ എന്ന സിനിമയാണ്. അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ അനു മോഹൻ, പേളി മാണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2014 പുറത്തിറങ്ങിയ വിക്രമാദിത്യൻ എന്ന സിനിമയായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദുൽഖർ സൽമാൻ, ഉണ്ണി മുകുന്ദൻ, നമിത പ്രമോദ്, അനൂപ് മേനോൻ, നിവിൻ പോളി, ലെന തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചിരുന്നത്.
എന്നാൽ ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണം നേടി ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു. അടുത്തത് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി 2014 അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാജാതിരാജ എന്ന ആക്ഷൻ സിനിമയായിരുന്നു. മമ്മൂട്ടി, റായ് ലക്ഷ്മി, സിദ്ദീഖ്, ലെന, മുകേഷ് ഖന്ന തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു കാമിയോ റോളിലായിരുന്നു അഭിനയിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നതെങ്കിലും സാമ്പത്തികമായി ഈ സിനിമ വലിയ വിജയം നേടിയിരുന്നു. ഈ സിനിമ ഹിന്ദിയിലേക്ക് റീഡബ് ചെയ്യുകയും അവിടെ വലിയൊരു ഫാൻ ബേസും ഈ സിനിമക്കുണ്ട്. അടുത്തത് ദീപു കരുണാകരന്റെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ ഫയർമാൻ എന്ന സിനിമയായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു ഈ സിനിമയിലെ നായകൻ. ഉണ്ണി മുകുന്ദൻ, സിദ്ദീഖ്, നൈല ഉഷ, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം നേടി ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് 2015 പേരരിഷിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സാമ്രാജ്യം 2 സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമയായിരുന്നു. ഉണ്ണി മുകുന്ദൻ, മധു, വിജയരാഘവൻ, ദേവൻ, റിയാസ് ഖാൻ, മനോജ് കെ ജയൻ, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ ഒരുക്കിയിരുന്നത്. പക്ഷേ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു. അടുത്തത് മുഹസിൻ പരാരിയുടെ സംവിധാനത്തിൽ 2015 പുറത്തിറങ്ങിയ KL10 എന്ന സിനിമയായിരുന്നു. റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, ചാന്ദിനി ശ്രീധരൻ, സൈജു കുറുപ്പ്, അജു വർഗീസ്, ശ്രീനാഥ് ബാസി, നീരജ് മാധവ്, മാമുകോയ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് ബിനു സദാനന്ദന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ സ്റ്റൈൽ എന്ന സിനിമയായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, ടൊവിനോ തോമസ്, പ്രിയങ്ക കന്ത്വാൽ, ഷൈൻ ടോം ചാക്കോ, ബാലു വർഗീസ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പതിവ് പോലെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് സാജൻ കെ മാത്യുവിന്റെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ഒരു മുറൈ വന്ത് പാർത്തായ എന്ന ചിത്രമാണ്. ഉണ്ണി മുകുന്ദനെ കൂടാതെ പ്രയാഗ മാർട്ടിൻ, സനുഷ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, അജു വർഗീസ്, സുധി കോപ്പ, സുരാജ് വഞ്ഞാറമൂട് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം നേടി സാമ്പത്തിക വിജയം നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തത് കൊരട്ല ശിവയുടെ സംവിധാനത്തിൽ 2016 പുറത്തിറങ്ങിയ ജനതാ ഗാരേജ് എന്ന തെലുങ്ക് സിനിമയായിരുന്നു. മോഹൻലാൽ, ജൂനിയർ NTR, ഉണ്ണി മുകുന്ദൻ, നിത്യ മേനോൻ, സാമന്ത, റഹ്മാൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് കണ്ണൻ താമരക്കുളത്തിന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങിയ അച്ചായൻസ് എന്ന സിനിമയായിരുന്നു. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജയറാം, ഉണ്ണി മുകുന്ദൻ, അനു സിതാര, അമല പോൾ, പ്രകാശ് രാജ്, ശിവദ, ആദിൽ റഹ്മാൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് 2017 ഷനിൽ മുഹമ്മദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവരുടെ രാവുകൾ എന്ന സിനിമയായിരുന്നു. ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, വിനയ് ഫോർട്ട്, ഹണി റോസ്, നെടുമുടി വേണു, ലെന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പതിവ് പോലെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. ഉണ്ണി മുകുന്ദന്റെ അടുത്ത സിനിമ 2017 പുറത്തിറങ്ങിയ ക്ലിൻഡ് എന്ന സിനിമയായിരുന്നു. ഹരികുമാറായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നത്. മാസ്റ്റർ അലോക്, ഉണ്ണി മുകുന്ദൻ, റീമ കലിങ്കൽ, വിനയ് ഫോർട്ട്, രഞ്ജി പണിക്കർ, ജോയ് മാത്യു, KPC ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്ത സിനിമ തരംഗം 2017 ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ റിലീസായത്. ഫാന്റസി ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ടൊവിനോ തോമസ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, വിജയരാഘവൻ, ദിലീഷ് പോത്തൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു കാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഈ സിനിമയും പതിവ് പോലെ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് അജയ് വാസുദേവന്റെ സംവിധാനത്തിൽ 2017 പുറത്തിറങ്ങി മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസ് എന്ന സിനിമയായിരുന്നു. ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, വരലക്ഷ്മി, മുകേഷ്, മക്ബൂൽ സൽമാൻ, ജോ കൈപ്പള്ളി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ സാമ്പത്തിക വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദന്റെ അടുത്ത സിനിമ ബാഗുമതി എന്ന തെലുങ്ക് ചിത്രമായിരുന്നു. അനുഷ്ക ഷെട്ടി, ജയറാം, ഉണ്ണി മുകുന്ദൻ, ആശ ശരത്ത്, മുരളി ശർമ്മ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഓൾ ടൈം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അടുത്തത് സൈജു SS സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ഇര എന്ന സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദനെ കൂടാതെ ഗോകുൽ സുരേഷ്, മിയ, നിരഞ്ജന അനൂപ്, ലെന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമയും പതിവ് പോലെ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് കണ്ണൻ താമരക്കുളത്തിന്റെ സംവിധാനത്തിൽ 2018 പുറത്തിറങ്ങിയ ചാണക്യതന്ത്രം എന്ന സിനിമയായിരുന്നു. ഉണ്ണി മുകുന്ദൻ, അനൂപ് മേനോൻ, ശിവദ, ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു.
അടുത്തത് അനീഫ് അദേനിയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ മിഖായിൽ എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, ഉണ്ണി മുകുന്ദൻ, മഞ്ജിമ മോഹൻ, സുരാജ് വെഞ്ഞാറമൂട്, സിദ്ദീഖ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് അനീഷ് അൻവറിന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയായിരുന്നു. ജയറാം, സുരഭി സന്തോഷ്, ബാബുരാജ്, ദിവ്യ പിള്ള, ഉണ്ണി മുകുന്ദൻ, ജോണി ആന്റണി, ധർമ്മജൻ, രമേശ് പിഷാരടി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്യാമിയോ റോളിലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. അടുത്തത് ശങ്കർ രാമകൃഷ്ണന്റെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ 18-ാം പടി എന്ന സിനിമയാണ്. മമ്മൂട്ടി, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, ആര്യ, പ്രിയാമണി തുടങ്ങിയവർ എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ ഈ സിനിമയിലെത്തിയിരുന്നു. അശ്വിൻ, അക്ഷയ്, അമ്പി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ 2019 മാമാങ്കം എന്ന സിനിമയായിരുന്നു. വമ്പൻ പ്രതീക്ഷയിലായിരുന്നു ഈ മമ്മൂട്ടി സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. മമ്മൂട്ടിയെ കൂടാതെ ഉണ്ണി മുകുന്ദൻ, അനു സിത്താര, സിദ്ദീഖ്, സുരേഷ് കൃഷ്ണ, മണിക്കുട്ടൻ, സുദേവ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമ പ്രേക്ഷകർക്ക് നിരാശ നൽകിക്കൊണ്ട് പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. അടുത്തത് രവി കെ ചന്ദ്രന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങിയ ഭ്രമം എന്ന സിനിമയായിരുന്നു. പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, മമത മോഹൻദാസ്, രാഷി ഖന്ന തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈം വഴിയായിരുന്നു ഇന്ത്യയിൽ റിലീസിനെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. അടുത്തത് വിഷ്ണു മോഹന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ മേപ്പടിയാൻ എന്ന ചിത്രമായിരുന്നു. ഉണ്ണി മുകുന്ദൻ തന്നെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഉണ്ണി മുകുന്ദനെ കൂടാതെ അഞ്ജു കുര്യൻ, സൈജു കുറുപ്പ്, അജു വർഗീസ്, നിഷ സാരംഗ്, കോട്ടയം രമേശ്, കുണ്ടറ ജോണി തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ഈ സിനിമ സാമ്പത്തിക വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ബ്രോഡ് ആഡി എന്ന സിനിമയായിരുന്നു. മോഹൻലാൽ, പൃഥ്വിരാജ്, മീന, കല്യാണി, പ്രിയദർശൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അടുത്തത് ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ 12th മാൻ എന്ന സിനിമയായിരുന്നു. മോഹൻലാൽ, ഉണ്ണി മുകുന്ദൻ, അനുശ്രീ, അനു സിത്താര, സൈജു കുറുപ്പ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിരുന്നു റിലീസിനെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അടുത്തത് പ്യാലി എന്ന ചിത്രമായിരുന്നു. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത്. മോശമല്ലാത്ത അഭിപ്രായം നേടിയെങ്കിലും ഈ സിനിമയ്ക്ക് സാമ്പത്തിക വിജയം നേടാൻ സാധിച്ചില്ല. അടുത്തത് അനൂപ് പന്തളത്തിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ ഷഫീഖിന്റെ സന്തോഷം എന്ന സിനിമയായിരുന്നു. ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഉണ്ണി മുകുന്ദനായിരുന്നു. ഉണ്ണി മുകുന്ദന് പുറമെ ആത്മീയ രാജൻ, ദിവ്യ പിള്ള, ബാല തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തത് കിലാടി എന്നൊരു തെലുങ്ക് സിനിമയായിരുന്നു. രവി തേജ, അർജുൻ സർജ, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. അടുത്തതും ഒരു തെലുങ്ക് സിനിമയായിരുന്നു. ചിത്രത്തിന്റെ പേര് യശോദ. സാമന്ത, വരലക്ഷ്മി, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ലഭിച്ചിരുന്നതെങ്കിലും സാമ്പത്തിക വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അടുത്തത് വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ മാളികപ്പുറം എന്ന സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ, ദേവനന്ദ, ശ്രീപദ് തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും മികച്ച അഭിപ്രായം നേടി സാമ്പത്തികമായി വമ്പൻ വിജയം നേടിയിട്ടുണ്ട്. അടുത്തത് രഞ്ജിത്ത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണി മുകുന്ദൻ നായകനായി പുറത്തിറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ജയ് ഗണേശ് എന്ന സിനിമയാണ്. ഉണ്ണി മുകുന്ദനും രഞ്ജിത്ത് ശങ്കറും ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന് പുറമെ മഹിമ നമ്പ്യാർ, രവീന്ദ്ര വിജയ്, ജോമോൾ, നന്ദു, ഹരീഷ് പേരടി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നറിയാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും സിനിമകളിലാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചിരിക്കുന്നത്. ഏകദേശം 43 സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.